ഇതിലും മനോഹരമായ കാഴ്ചകളിലൊന്നാണിത്. നമ്മൾ ഈ ഐലൻഡിലോട്ട് പോകുന്ന ട്രെയിനിലാണ് നമ്മൾ ഈ ഐലൻഡിലോട്ട് പോയി പോകുന്നത്. അതും മനോഹരമായൊരു കാഴ്ചയാണ്. പേരക്കയും കീരയും അതിൻ്റെ മുളക് പൊടി ഉപ്പും കൂടെ ചേർത്താണ് അത്. അടിപൊളിയാണത്. നമുക്കുള്ള സ്റ്റോപ്പ് എത്തി. നമ്മളങ്ങനെ ഇറങ്ങി. നമ്മളിനി നേരെ ബോട്ടയിലോട്ട്. ഞങ്ങൾ ഈ ഐലൻഡിനോട് വിട പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഈ ഐലൻഡിനോട് വിട പറഞ്ഞു. അമേസിങ്. ഈ ബോട്ടിൻ്റെ കൂടെ തന്നെയാണ് ആ പക്ഷികളും പറന്നു വരുന്നത്. നമ്മൾ കൊടുക്കുന്ന ആഹാരം കൊത്തിപ്പറിക്കാനാണ് വരുന്നത്. ഭയങ്കര കാഴ്ചയാണിത്. താജ് ഹോട്ടലിൻ്റെ രാത്രി കാഴ്ചകളാണ് കാണുന്നത്. ലൈറ്റുകളുടെയൊക്കെ വിസ്മയമാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് ജങ്കാറിനോട് എടുക്കാറായി. മനോഹരമായ കാഴ്ചകൾ കഴിഞ്ഞ് ഈ കാണുന്നൊരു താജ് ഹോട്ടലാണ്. താജ് ഹോട്ടൽ. താജ് ഹോട്ടലാണിത്. ഈ കാണുന്നത് ഗേറ്റ് വേ ആണ്. ഗേറ്റ് വേ. ഇതാണ് മക്കളെ താജ് ഹോട്ടലിൻ്റെ ഭംഗി. രാത്രി കാഴ്ച.
സമയം ഒരു 7:30 ആയിട്ടുണ്ട്. 7:30 ആയിട്ടും ഇവിടുത്തെ ജനം പോയിട്ടില്ല. വിനോദത്തിന് വന്ന വിനോദസഞ്ചാരികൾ ഇതുവരെയും നമ്മുടെ ഇവിടുന്ന് പോയിട്ടില്ല. ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് ഇപ്പോഴും ഉണ്ട് ഇവരെല്ലാം. അമേസിങ്, ഭയങ്കര ഇതാണ്. എന്തു വേണ്ടിയ ആൾക്കാരാണെന്നറിയുമോ ഇവിടെ വരുന്നത്? എന്തു വേണ്ടിയ ആളാണ് ഇവിടെ വരുന്നത്? കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമുള്ളവർ തന്നെ ഭേദമന്യേ എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. നമുക്കത് ഇവിടെ കൊണ്ടിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. കാര്യം അവിടെ നമ്മൾ ആ വണ്ടി ഇവിടെ കൊണ്ടിട്ടിരുന്നെങ്കിൽ മണിക്കൂറിന് 100 വെച്ചാവും. 100 വെച്ചാവുന്നതുകൊണ്ടാണ് നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് വേറെ ടാക്സിക്ക് ഇങ്ങോട്ട് വന്നത്. ടാക്സികളല്ല ഇങ്ങനത്താണ്, ഇതൊക്കെ ലോക്കൽ ടാക്സികളാണ്. ഇവിടെ ഈ ഓട്ടോകൾ മാത്രം ഇവിടെ കയറ്റാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കുറേ ഏരിയകളുണ്ട്. ഇങ്ങനെയുള്ള ടാക്സികൾ മാത്രമാണ് ഇവിടെ കൊണ്ട് ഓടുന്നത് കൂടുതൽ. VIP ഏരിയ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇവർക്ക് ഓരോ സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ന സ്ഥലത്തേ കിടന്ന് ഓടാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തേ ഓടാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരിടത്ത് ഓട്ടോ കാണത്തില്ല. സാധാരണ നമ്മുടെ റിക്ഷ കാണത്തില്ല. ഇവിടെ കാണുന്ന മൊത്തവും അല്ലാനുള്ള കാറുകളായിരിക്കും. അത് ടാക്സി കാറുകളായിരിക്കും. അവർക്ക് ഇത്ര ദൂരം വെച്ചേ ഓടാൻ പറ്റത്തുള്ളൂ. അവർക്ക് പെർമിഷൻ അത്രേ ഉള്ളൂ. ഇവിടെ ഒരിടത്തും നോക്കിയാലും നമ്മുടെ സാധാരണ നമ്മുടെ ഓട്ടോറിക്ഷ കാണത്തില്ല. ഇവിടെ കാണുന്ന മൊത്തം ടാക്സി വണ്ടികളായിരിക്കും, ടാക്സി കാറുകളായിരിക്കും. അവർക്ക് നിശ്ചിത ദൂരമുണ്ട്. ഇതുപോലുള്ളത് നിശ്ചിത ദൂരമുണ്ട്. അവർക്ക് അതനുസരിച്ചേ അവർക്ക് വണ്ടി ഓടാൻ പറ്റത്തുള്ളൂ. ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ. ഈ സ്റ്റേഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഷൻ്റെ പേരാണ് ചർച്ച് ഗേറ്റ്. നമുക്കിപ്പോൾ അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഇവിടെ നോ പാർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഇത് ബ്രിട്ടീഷുകാർ പണിയാണ് ഇത്. അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് കിടക്കുന്നത്. ഉണ്ടോ? ചർച്ച് ഗേറ്റ്, ഇതാണ് ഇതിൻ്റെ പേര്. ഇത് മറൈൻ ഡ്രൈവിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന മറൈൻ ഡ്രൈവിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറൈൻ ഡ്രൈവ് നിങ്ങളിപ്പോൾ വിചാരിക്കും എറണാകുളത്തുള്ള മറൈൻ ഡ്രൈവാണ്. എറണാകുളത്തുള്ള മറൈൻ ഡ്രൈവ് അല്ല ഇത്. ഇത് ബോംബെയിലുള്ള മറൈൻ ഡ്രൈവാണ്. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഇന്ന്. ഇത് ബോംബെയിലുള്ള മറൈൻ ഡ്രൈവാണിത്. എറണാകുളത്തുള്ള മറൈൻ ഡ്രൈവ് അല്ല, ബോംബെയിലുള്ള മറൈൻ ഡ്രൈവ്. ബോംബെയിൽ താമസിക്കുന്നവർക്ക്, ബോംബെ അല്ല മുംബൈ, പഴയ ഓർമ്മ വെച്ചാണ് ബോംബെ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ മുംബൈയിലുള്ള മറൈൻ ഡ്രൈവ്. നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിൽ, മുംബൈയിലുള്ള മറൈൻ ഡ്രൈവിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞതിൻ്റെ തൊട്ട് ഇവിടെയും വന്നിരിക്കുന്ന ചെറുപ്പക്കാർ പിള്ളേരാണ്. ഇവിടെ ഈ ഡബിൾ ഡെക്കർ ബസ് എപ്പോഴും സുലഭമാണ്. അവർ ഇത് ഒരു ഏരിയ അനുസരിച്ചാണ് ഈ ഡബിൾ ഡെക്കർ ബസ് ഓടുക. എല്ലായിടത്തും ഈ ഡബിൾ ഡെക്കർ ബസ് ഓടത്തില്ല. കാര്യം അതിന് പെർമിറ്റുള്ള സ്ഥലങ്ങളുണ്ട്. ഇതാണ് മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവിൻ്റെ രാത്രി കാഴ്ചകളാണ് നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. രാത്രി കാഴ്ചകൾ നല്ലൊരു ഭാഗവും അവരുടെ ഓഫീസ് ജീവിതത്തിൽ നിന്ന് ചെറിയൊരു കടലിനോട് ചേർന്നുള്ള ചെറിയ കാറ്റും അടിച്ച് അവിടെ ഇരിക്കുക, റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് കൂടുതലും. അവരുടെ ജോലി തിരക്കിൽ നിന്ന് അല്പസമയം റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരാണ്. പിന്നെ കൂടുതൽ ആൾക്കാരും ജോഗിങ്ങിന് വരുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. എയർ ഇന്ത്യയുടെ ഓഫീസാണ്. എയർ ഇന്ത്യയുടെ സിമ്പിളാണ് കാണുന്നത്. നമ്മുടെ വെട്ടം അടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് കാണാത്തത്.
ഇവിടെ വന്നിട്ടുള്ളത് ചെറുപ്പക്കാർ പിള്ളേരാണ്. ആണും പെണ്ണും വേർതിരിവില്ലാതെയാണ് വന്നിരിക്കുന്നത്. അവർക്കൊരു സമയം കിട്ടിയപ്പോൾ അവരത് സമയം വിനിയോഗിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസം വരുന്നു. അതുവരേക്കും ബൈ. ഓക്കേ.